അപ്പോൾ യു കെയിൽ BSc നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക യു കെയിൽ BSc നേഴ്സിംഗ് പഠിച്ചാൽ എന്താണ് ഗുണങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ യു കെയിലെ BSc നേഴ്സിംഗിനെ പറ്റി നമുക്ക് പറയാം. യു കെയിൽ BSc നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ഒരു കോഴ്സാണ്. ഈ കോഴ്സ് വഴി യു കെയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടണത്. ഇതിനകത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ബാൻഡ് 5 എന്ന് പറഞ്ഞ ജോലിക്ക്, അതായത് RN അത് എന്ന് പറഞ്ഞ ജോലിക്ക് ആവറേജ് വരുന്ന സാലറി ഇന്ത്യൻ റുപ്പീസ് 40 ലക്ഷം രൂപ അടുത്താണ്. നമുക്ക് യു കെയിൽ ഒരു നേഴ്സിംഗ് കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 50 മുതൽ 75 ലക്ഷം രൂപ വരെയാണ് ചിലവാകണത്. ഡിപ്പെൻസ് ഓൺ ദ സ്കോളർഷിപ്പ്. 50 ലക്ഷം രൂപ മുതൽ ഏറ്റവും കുറേ നമുക്ക് വർഷത്തിലൊരു എന്താ പറയുക 15-16 ലക്ഷം രൂപ മുതൽ നമുക്ക് BSc നേഴ്സിംഗ് യു കെയിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 2026-ലാണ്. ഇപ്പോഴത്തെ പൗണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോട് പറയണത്. സോ ദാറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ BSc നേഴ്സിംഗ് യു കെ പഠിക്കാൻ IELTSൻ്റെ ആവശ്യമില്ല. +2 അത്യാവശ്യം നല്ലൊരു മാർക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS ഇല്ലാതെ യു കെയിൽ BSc നേഴ്സിംഗ് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റിനെ പറയുമ്പോൾ വിത്തൗട്ട് IELTS നമുക്ക് യു കെയിൽ എന്താ പറയുക പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ +2 70% കൂടുതൽ മാർക്കുള്ള ആൾക്കാർക്ക് പറ്റും. അതുകൂടാതെ തന്നെ എനി സ്ട്രീമിൽ +2 പഠിച്ച കുട്ടികൾക്ക് യു കെ BSc നേഴ്സിംഗ് പഠിക്കാൻ പറ്റും. അത് ആഡ് ഓൺ ആയിട്ട് ഒരു വർഷം കൂടെ കൂടുതലെടുത്ത് 4 വർഷമായിട്ട് കോഴ്സ് മാറും. അപ്പോൾ ഫീസും ആ ഒരു വർഷം ഫീസും എക്സ്ട്രാ കൂടും. ആ ഒരു രീതിയിൽ നമുക്ക് BSc നേഴ്സിംഗ് യു കെയിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് യു കെയിലെ BSc നേഴ്സിംഗ് പഠിക്കാനുള്ള എലിജിബിലിറ്റി കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വരുന്നത്. ഫീസ് ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു, ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. അത് കൂടാണ്ട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് PR യു കെയിൽ നേഴ്സിംഗ് സെറ്റിൽമെൻറ്റിനെ പറ്റി പറഞ്ഞാൽ 5 വർഷം കൊണ്ട് PR കിട്ടും. ഡിപ്പെൻഡൻറ്റ് വിസ അവൈലബിൾ ആണ്. BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് BSc നേഴ്സിംഗിൻ്റെ മെയിനായിട്ട് യു കെയിലുള്ള ഗുണങ്ങൾ നമുക്ക് പറയുന്നത്. ഇനി നമുക്ക് അത് കൂടാണ്ട് തന്നെ ടയർ 1 കൺട്രീസായ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പറ്റും. ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം നിങ്ങൾക്ക് BSc നേഴ്സിംഗ് പഠിക്കാൻ. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ വീഡിയോസ് അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ കോഴ്സുകളെ പറ്റി നമുക്ക് രാജ്യങ്ങൾ നമ്മൾ ടയർ 1 കൺട്രീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾ പൈസ പഠിക്കാൻ വേണ്ടി മുടക്കുന്ന പൈസയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയുള്ള അഡ്മിഷൻസ് മാത്രമേ നമ്മളുടെ കമ്പനി ചെയ്യാറുള്ളൂ. കാരണം കുട്ടികളുടെ ഭാവി 5 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. കാരണം അപ്പോഴാണ് അവരൊരു കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത്. കഥ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ BSc നേഴ്സിംഗിനെ പറ്റി പറഞ്ഞു. മെയിനായിട്ട് യു കെ എന്ന് പറഞ്ഞാൽ 4 നാട്ടുരാജ്യങ്ങൾ കൂടുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ ഐലൻഡ്. അപ്പോൾ നോർത്തേൺ ഐലൻഡ് ആ കൂടി 2-3 യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ള ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ തന്നെ ലണ്ടൻ, ബർമിഹാം, മാഞ്ചസ്റ്റർ, ഇങ്ങനെ 3 സിറ്റികളാണുള്ളത്. ഇതിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ റീജിയനാണ്. മിഡ്ലാൻഡ്സ് ആയിട്ട് വരും. അതായത് മാഞ്ചസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വെയിൽസ് ഉണ്ട്. വെയിൽസിൽ ഫ്രീ സ്കോളർഷിപ്പ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടാണെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസി ആയിട്ട് ബന്ധപ്പെട്ട നമ്പർസ് ഈ സ്ക്രീനിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് എടുക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്മിഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടുന്നും നാട്ടിൽ നിന്ന് നിങ്ങളുടെ അഡ്മിഷൻ മുതൽ വിസ തൊട്ട് നിങ്ങൾ യു കെയിലെത്തി നിങ്ങൾ അവിടെ സെറ്റിൽ ആവുന്ന വരെയുള്ള എല്ലാ കാര്യത്തിലും നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളും കാരണം നമ്മൾ ഏകദേശം 5 വർഷത്തോളമായി ഈ ഒരു ഫീൽഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പ്രധാനമായി പറഞ്ഞാൽ BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് അഡ്മിഷൻസിനകത്ത് വെറും ഒരു കൺസൾട്ടൻസി നിങ്ങൾ ചെയ്യുമ്പോൾ അത് പല രാജ്യത്തേക്ക് പല കോഴ്സുകൾക്ക് വിടുന്ന ഒരു കൺസൾട്ടൻസി. അപ്പോൾ അവരൊരിക്കലും ഇതിനകത്തൊരു എക്സ്പെർട്ടൈസ് എടുക്കാൻ അവർ ശ്രമിക്കില്ല. കാരണം അവർ പല രാജ്യങ്ങളും പല അഡ്മിഷൻ പല കോഴ്സുകൾ നമ്മളെന്താ പിന്നെ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത് BSc നേഴ്സിംഗ് ആൻഡ് MSc നേഴ്സിംഗ് കോഴ്സുകളിലാണ്. മെഡിക്കൽ കോഴ്സുകളാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.